പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2025 സെപ്റ്റംബറിൽ ശബരിമലയിൽ വലിയൊരു പെരുങ്കൊള്ള നടന്നിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞപ്പോൾ ജനങ്ങളും ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള 40-40% ആളുകളും അവരെ ആകപ്പാടെ ഞെട്ടിത്തരിച്ചു പോയി. ശബരിമലയിലെ ശ്രീകോവിലിൽ ഇത്ര വലിയൊരു പെരുങ്കൊള്ളയോ എന്ന് ജനങ്ങൾ വിശ്വസിച്ചു. ജനങ്ങൾക്ക് ഹൈക്കോടതിയെക്കുറിച്ചുള്ള മതിപ്പും വല്ലാതെ വർദ്ധിച്ചു. കാരണം ഹൈക്കോടതി സ്വമേധയാ എടുത്ത ഒരു കേസിലൂടെയാണ് ശബരിമലയിലെ പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ജനങ്ങളെയും വിശ്വാസികളെ അറിയിച്ചത്. അല്ലാതെ ആരും ഇങ്ങനൊരു അഴിമതി അല്ലെങ്കിൽ ഒരു കൊള്ള അവിടെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ചെന്നിട്ടല്ല. ഹൈക്കോടതി സ്വമേധയാണ് നമ്മളോട് പറയുന്നത്. അതിനുശേഷം കഴിഞ്ഞ 3-4 മാസത്തിനിടയിൽ ഹൈക്കോടതി എന്തൊക്കെ പറഞ്ഞു നമ്മളോട്? ഹൈക്കോടതി പറഞ്ഞു, അവിടെ ശ്രീകോവിലിൽ 1998 വിജയ് മല്യയുടെ UB ഗ്രൂപ്പ് 30 കിലോ സ്വർണം ഉപയോഗിച്ചുകൊണ്ട് അവിടെ സ്വർണം പൊതിഞ്ഞു. സ്വർണം പൂശുകയല്ലേ ചെയ്തു, സ്വർണം ശ്രീകോവിലിൽ പൊതിഞ്ഞു. ആ പൊതിഞ്ഞത് നിന്ന് വലിയ കള്ളന്മാർ വന്നുകൊണ്ട് സ്വർണം അവിടുന്ന് അടിച്ചുകൊണ്ട് പോയി. ആ സ്വർണം അടിച്ചുകൊണ്ട് പോകുന്നതിന് സംബന്ധിച്ച് വിശദാംശങ്ങൾ പരിശോധിക്കാനായിട്ട് ഹൈക്കോടതി ശബരിമലയിലെ ദേവസ്വം വിജിലൻസിനോട് ആവശ്യപ്പെട്ടു. ദേവസ്വം വിജിലൻസ് അതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൊണ്ടുപോയി കൊടുത്തു. ആ കൊടുത്തതിനെ തുടർന്ന് അത് വിശദമായി പരിശോധിച്ച കോടതി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ജനങ്ങളുടെയും വിശ്വാസികളുടെയും മുമ്പിൽ അവതരിപ്പിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ്. പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അയാളാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഒരു പ്രതി എന്ന്. ഏറ്റവും വലിയ കാട്ടുകള്ളന്മാരിൽ ഒരാൾ അയാളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പിന്നീട് നമ്മൾ ഞെട്ടലോടുകൂടി മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിലെ ചെയർമാൻ ആയിട്ടുള്ള A. പത്മകുമാർ കൊടുത്തൊരു ഉത്തരവിൻ്റെ ഭാഗമായി, സ്വർണം ചെമ്പാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഉത്തരവിൻ്റെ ഭാഗമായി ഈ ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും വാതിലും ഇതെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി നിയമവിരുദ്ധമായി ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അതെവിടെയോ ബാംഗ്ലൂരിൽ എവിടെ കണ്ട് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ചെന്നിട്ട് അതൊക്കെ സ്വർണം പൂശി എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞെട്ടിക്കുന്ന ഡെവലപ്മെൻറ്റ്സ് നമ്മളെ തുടക്കത്തിൽ അറിയിച്ചുകൊണ്ടിരുന്നെല്ലാം ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചാണ്. അപ്പം നമ്മളൊക്കെ വിശ്വസിച്ചു, ഇത് ഇത്ര വലിയൊരു കൊള്ള അവിടെ നടന്നല്ലോ. ആ കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ വ്യാപ്തി എന്താണെന്ന് നമ്മളെ കോടതി അറിയിക്കുന്നു. കോടതിയുടെ നീക്കങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾക്ക് തോന്നിയത് ആ കൊള്ള നടത്തിയിട്ടുള്ള പെരുങ്കൊള്ളന്മാരെ, കാട്ടുകള്ളന്മാരെ, വിശ്വാസത്തിൻ്റെ പേരിൽ ഈ വിശ്വാസികൾ കൊണ്ടുപോയി കാണിക്ക കൊടുക്കുന്ന സ്വത്ത് അടിച്ചുകൊണ്ട് പോയവരെ പിടിച്ച് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരാൻ ബദ്ധശ്രദ്ധരായി ഒരു നിയമവ്യവസ്ഥ കോടതി ഇറങ്ങിയല്ലോ എന്ന് പറഞ്ഞ് നമ്മളൊക്കെ വളരെയധികം സന്തോഷിച്ചു. ഞാനൊക്കെ എത്രയോ വീഡിയോകൾ ഞാനൊക്കെ ചെയ്തു. ഓരോ ഇടക്കാല ഉത്തരവുകൾ വരുമ്പോഴും അതിനെക്കുറിച്ചിട്ട് വീഡിയോകൾ ചെയ്യും. അങ്ങനെ ഹൈക്കോടതി മുന്നോട്ട് പോയി. ഹൈക്കോടതി ഇത് കണ്ടുപിടിക്കാൻ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ബദ്ധശ്രദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ചു. സംഘത്തെ വെച്ചു എന്ന് മാത്രമല്ല, ആ സംഘത്തിൽ ആരൊക്കെ ഉണ്ടാവണമെന്നവർ തീരുമാനിച്ചു. എന്ന് മാത്രമല്ല, അവരെന്തൊക്കെ അന്വേഷിക്കണമെന്ന് അവരോട് പറഞ്ഞുകൊണ്ടിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചെന്താണ്, ഈ പെരുങ്കള്ളന്മാർ അവരാരായാലും, എത്ര വലിയവരായാലും, എത്ര വൻതോക്കുകളായാലും, ഹൈക്കോടതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫ്രം ദ ഹയർ എഷലൻസ് ഓഫ് ദ ദേവസ്വം ബോർഡ്, ഏറ്റവും മുകളിൽ ഉള്ളവരും ഏറ്റവും പ്രധാനപ്പെട്ടവരും മുതലുള്ള എല്ലാവരും ഇതാ നിയമത്തിന് മുന്നിൽ വരാൻ പോകുന്നു. ഭഗവാൻ അയ്യപ്പൻ്റെ ശ്രീകോവിലിൽ നിന്ന് കോടികൾ വിലയുള്ള സ്വർണം കെട്ടവരെ ഇതാ കണ്ടുപിടിക്കാൻ പോകുന്നു എന്ന് നമ്മളൊക്കെ ധരിച്ചു വശായി. ഇതിനിടയിൽ ഇത് അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്തുകാർ അടിച്ചു മാറ്റിയതായിരിക്കും, അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി അങ്ങ് നെഞ്ചു വിരിച്ച് ജനങ്ങളുടെ മുമ്പിൽ നിന്നപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചു, കള്ളന്മാരെ പിടിക്കാൻ പോകുന്നു കോടതിയുടെ നേതൃത്വത്തിൽ, ഇനി എന്താണ് നമ്മൾ ഭയപ്പെടാനുള്ളത്? എൻ്റെ അടുത്തൊക്കെ പലരും ചോദിച്ചു, ഇത് ഇവരെ സ്വാധീനിക്കില്ല എന്ന് ചോദിച്ചു. ഞാൻ അവരോടൊക്കെ അതൊന്നുമില്ല, കോടതിയുടെ മേൽനോട്ടത്തിലാണ് എന്ന്.
എൻ്റെ സുഹൃത്തുക്കളെ, ഇതിപ്പം എന്താ സംഭവിച്ചതെന്താണെന്നറിയാം? ഇതേതാണ്ട് ഈ മല എലിയെ പ്രസവിച്ചതുപോലെയായിപ്പോൾ. എനിക്കൊക്കെ നാണം കെട്ടിട്ട് ഇപ്പോൾ തല കുനിച്ചു പോലും, തലയിൽ തുണിയിട്ട് പോലും നടക്കാൻ വയ്യാത്ത സ്ഥിതിയിലേക്ക് ഹൈക്കോടതി നമ്മളെ എത്തിച്ചു. ഹൈക്കോടതി പറഞ്ഞിരുന്നില്ല, ഹൈക്കോടതി ഓടി ഒളിച്ചു. ഹൈക്കോടതി പറഞ്ഞാൽ കൂടും കൊടുക്കുക എടുത്തോണ്ട് പോയി. ഇപ്പോൾ ഹൈക്കോടതി നമ്മൾ അവിടെ നോക്കിയാൽ നമുക്ക് കാണാനില്ല. കൊള്ളയൊക്കെ നടന്ന് അവിടെ നിൽപ്പുണ്ട്, കൊള്ള അവിടെ നടന്നിട്ടുണ്ട്. ഹൈക്കോടതി ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇല്ല. ഹൈക്കോടതിയുടെ ആ തുടക്കത്തിലുള്ള ആർജവവും കാര്യങ്ങളും എല്ലാം തീർന്നു. ഹൈക്കോടതി പറഞ്ഞതെല്ലാം വിഴുങ്ങി, തൊണ്ട തൊറാതെ വിഴുങ്ങി. ഇപ്പോൾ ഹൈക്കോടതി ഒന്നും പറയുന്നില്ല. ഹൈക്കോടതി തിരിഞ്ഞോടി. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഫെബ്രുവരി 9 ഹൈക്കോടതിയുടെ 12ാമത്തെ ഇടക്കാല ഉത്തരവ്. 12ാമത്തെ ഇടക്കാല ഉത്തരവാണ് ഈ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിന് യഥാർത്ഥത്തിൽ ഒരു ഉത്തരവെന്ന് പോലും പറയാൻ പറ്റില്ല. ഇതൊരു 10-12 കടലാസ് കഷണങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിനകത്ത് ഹൈക്കോടതിയുടെ ഒരു ആത്മവിശ്വാസക്കുറവ് ഞങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല കേട്ടോ എന്ന് ഹൈക്കോടതി ഏതാണ്ട് പറയാതെ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ഹൈക്കോടതി ഈ വിധിന്യായത്തിൽ പറയുന്നു, VSSCയിൽ ഞങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞു. VSSCയിൽ പക്ഷേ അന്വേഷിച്ചൊന്നും നടന്നില്ല. കേരളത്തിൽ ഒരു ലാബിനും ഈ അവിടെ നടന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയ പരിശോധന നടത്താനുള്ള അതിനുള്ള ശക്തിയില്ല. അതുകൊണ്ട് കേരളത്തിന് പുറത്തുള്ള ബാബ ആറ്റമിക് റിസർച്ച് സെൻറ്റർ, നാഷണൽ മെറ്റലർജിക്കൽ ലാബറട്ടറി, ഡിഫൻസ് മെറ്റലർജിക്കൽ റിസർച്ച് ലാബറട്ടറി, അവിടെയൊക്കെ അന്വേഷിച്ചാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളിത് അങ്ങോട്ട് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി ഏതാണ്ട് സലാം പറഞ്ഞ് നമ്മുടെ മുമ്പിൽ നിന്ന് കോടതിയുടെ വഴിക്ക് പോയി. എന്ന് മാത്രമല്ല, കോടതിയുടെ അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അന്വേഷിക്കാത്ത കോടതിയുടെ അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്ന കേസുകളിലെ പ്രതികളെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരാത്ത കോടതി, FIR ഇട്ട് അന്വേഷിച്ചുകൊണ്ടിരുന്ന കോടതി അതെല്ലാം മാറ്റിവെച്ചിട്ട് പുതിയ വിഷയങ്ങൾ കണ്ടുപിടിച്ചിട്ട് അത് അന്വേഷിച്ച് 30 ദിവസത്തിനുള്ളിൽ ഞങ്ങളോട് പറഞ്ഞോണെന്ന് പറഞ്ഞ് കോടതിയുടെ വഴിക്ക് പോയി. എന്തു ചെയ്യും ജനം? ഇതാണ് നമ്മുടെ ചോദ്യം. ഭക്തരെന്ത് ചെയ്യും? ജനങ്ങളെന്ത് ചെയ്യും? ശബരിമലയിൽ നിന്ന് കോടിക്കണക്കിന് സ്വർണം കള്ളന്മാർ കട്ടുകൊണ്ട് പോയി. അപ്പോൾ ഇതാണ് കോടതി വിധി. എന്തൊക്കെ പറഞ്ഞു കോടതി? കഴിഞ്ഞൊരു 1-2 വിധിന്യായങ്ങൾക്ക് മുമ്പ് കോടതി പറഞ്ഞു. എന്നത്തെയാണെന്നറിയാമോ? ജനുവരി 5 വിധിന്യായത്തിൽ പറഞ്ഞു, we find that the team has carried out an extensive analysis of call data records and has collected tower dump details regarding to the accused. അവരുടെ മൊബൈൽ ഫോൺസ് എല്ലാം പിടിച്ചെടുത്തിരിക്കുന്നു. അവരുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ കുറിച്ചിട്ടുള്ള പരിശോധന നടന്നിരിക്കുന്നു. അവരുടെ ആസ്തിയെക്കുറിച്ചിട്ടുള്ള പരിശോധന നടന്നിരിക്കുന്നു. അവരുടെ ബാങ്ക് അക്കൗണ്ട്സ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമ്മളോട് ആവേശത്തിൽ ജനുവരി 5 പറഞ്ഞ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിസംബർ 9 ആയപ്പോഴത്തേക്ക് ധൈര്യമെല്ലാം പോയിട്ട് പറയുകയാണ്, steps are taken to obtain the call records of some of the accused pertaining to the year 2019. ഇത് നേരത്തെ ഇത് മുഴുവൻ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ അനാലിസിസ് നടത്തിയിട്ട് കോടതി ഇപ്പോൾ പറയുകയാണ് 2019 ബന്ധപ്പെട്ടുകൊണ്ട് ചില കോൾ ഡേറ്റ റെക്കോർഡ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു. ഫോർ വിച്ച് പർപ്പസ് സർവീസ് പ്രൊവൈഡേഴ്സ് ഹാവ് ബീൻ കോൺടാക്റ്റഡ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർവീസ് പ്രൊവൈഡേഴ്സിനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ദ സെയിം വിൽ ബി കളക്റ്റഡ് ഇഫ് അവൈലബിൾ. ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് പറയുകയാണ്. ഒരു മാസം മുമ്പ് പറഞ്ഞെന്താ? We find that the team has carried out an extensive analysis of call data records and has collected tower dump details എന്ന് ജനുവരി പറഞ്ഞു. അപ്പോൾ ജനുവരിയിൽ പറഞ്ഞെന്താണ്? ഞങ്ങൾ അനാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഫെബ്രുവരി ആയപ്പോൾ പറയുകയാണ്, സർവീസ് പ്രൊവൈഡേഴ്സിനോട് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, കിട്ടിയാൽ ഞങ്ങൾ അത് പരിശോധിക്കുമെന്ന്. എങ്ങനെയുണ്ട്? അപ്പോൾ കോടതിയുടെ ആത്മധൈര്യം മുഴുവൻ പോയി. കോടതി ഇതിനു മുമ്പ് ഒരു വിധിന്യായത്തിൽ പറഞ്ഞു 5 പേരെ ഉടനെ അവരുമായിട്ടുള്ള അന്വേഷണങ്ങളെല്ലാം തീർന്നിരിക്കുന്നു, അവരെ പ്രതിയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഏതാണ്ട് അന്തിമഘട്ടത്തിലുണ്ടായിരിക്കുന്നു. 5 പേരുടെ എന്ന് പറഞ്ഞത് ഈ വിധി വന്നപ്പോഴത്തേക്കും 2 പേരായി. അപ്പോൾ വിശ്വാസം മുഴുവൻ ചോർന്നു പോയി. VSSC കൊടുത്തത് കോടതിയാണ്. നമ്മളാരും പറഞ്ഞിട്ടാണോ ഇത് VSSC കൊടുത്തത്? കോടതിയിൽ VSSC കൊടുത്തു. നവംബർ മാസത്തിൽ കൊടുത്തു. നവംബർ 5 കൊടുക്കാൻ തീരുമാനിച്ചു. നവംബർ 17-18 ആയപ്പോഴത്തേക്ക് SIT ചെന്ന് അവിടെ നിന്ന് സാമ്പിൾ ശേഖരിച്ചു. 2-3 മാസക്കാലം അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്ന് കിട്ടിയില്ല. കിട്ടിയപ്പോഴത്തേക്കും അതിനകത്തുനിന്ന് ഒന്നും തെളിയുന്നില്ല.
ഒന്നും മനസ്സിലാകുന്നില്ല, ഒന്നും ബോധ്യമാകുന്നില്ല, ഒരു പിടിയില്ല. ഇപ്പോൾ കോടതി 2-3 മാസം കഴിഞ്ഞപ്പോൾ കോടതി പറയുകയാണ് ഇതൊന്നും ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റില്ല, ബാബ ആറ്റം റിസർച്ചിൽ കണ്ടുപിടിക്കാം. എന്തൊരു ഗതികെട്ട അവസ്ഥയാണിത് എന്ന് ജനങ്ങൾ ചോദിക്കുന്നത്. ജനങ്ങളുടെ അവസാന ആലയം ആണ് ഹൈക്കോടതി, സെന്റിനൽ ഇൻ ദ ക്യൂ 5, അവസാന ആലയം. ആ ആലയത്തിൻ്റെ അവസ്ഥയാണിത് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരെടുത്ത് സൂചിപ്പിക്കാനുള്ളത്. നമുക്കിതൊക്കെ ഈ പറഞ്ഞതുപോലെ ഇതിനെക്കുറിച്ചിട്ട് പറയുക എന്നുള്ളതല്ലാതെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും സുഹൃത്തുക്കളെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഹൈക്കോടതി വന്ന വഴിക്ക് പോയി, ആട് കിടന്നെടുത്ത് പൂട പോലുമില്ല എന്ന് പറഞ്ഞ പോലെ ഹൈക്കോടതിയെ കാണാനില്ല. ഹൈക്കോടതി നവംബർ 5 വിധിയിൽ നമ്മളോട് പറഞ്ഞു PS പ്രശാന്ത് ഒരുപാട് കുഴപ്പങ്ങൾ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു 5-6 പാരഗ്രാഫ്സിൽ പറഞ്ഞു. നമ്മളെല്ലാവരും വിചാരിച്ച് PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തു. ആരും അറസ്റ്റ് ചെയ്തില്ല. ബഹുമാനപ്പെട്ട കോടതിയാണ് നമ്മളോട് പറഞ്ഞത് PS പ്രശാന്തിൻ്റെ കാലത്ത് ക്രമക്കേട് നടന്നു, PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തില്ല. SITയോട് ചോദിച്ചുമില്ല. അതിനു മുമ്പ് ഒക്ടോബർ 21 വിധിന്യായത്തിൽ ഹൈക്കോടതി പറഞ്ഞു 9 ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ച് അതിനെക്കുറിച്ചിട്ട് SIT അന്വേഷിക്കും. അന്വേഷിച്ചില്ല. കോടതി SITയോട് ചോദിച്ചുമില്ല. കോടതി ഒരുപാട് വീഴ്ചകൾ SITക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് ഹൈക്കോടതിയിലെ വേറൊരു ന്യായത്തിൽ തന്നെ പറഞ്ഞു. പക്ഷേ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് SITയോട് വലിയ താല്പര്യമാണ്. SIT വളരെ ഗംഭീരമായിട്ട് തറവായിട്ടും മെറ്റിക്കുലസ് ആയിട്ടും ഒക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ SITയും പോയി, SITയുടെ അന്വേഷണവും പോയി, കൊള്ളയടിച്ച സ്വർണവും കൊണ്ട് അതിൻ്റെ വഴിക്ക് ആളുകൾ പോയി, പ്രതികളെല്ലാവരും ജാമ്യത്തിലിറങ്ങി. PSSCയിൽ അന്വേഷണം നടത്തി ഒന്നും കണ്ടുപിടിച്ചില്ല. FIR ഇട്ട കേസുകൾ പോലും അന്വേഷിച്ചിട്ടില്ല. ഇപ്പം യഥാർത്ഥത്തിൽ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഏതാണ്ട് തുണി ഉരിഞ്ഞ് നിൽക്കുന്ന പോലത്തെ ഒരവസ്ഥയാണ്. ദേവസ്വം ബെഞ്ച് എന്നേ പറയാൻ പറ്റൂ, അതിനപ്പുറത്ത് പറഞ്ഞാൽ കേസാവും. അപ്പോൾ ദേവസ്വം ബെഞ്ചിൻ്റെ വഴിക്ക് പോയി. 10-12 വിധിന്യായങ്ങളൊക്കെ വന്നു. നമ്മളത് വായിച്ചു, വലിയ തോതിൽ നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്തു, വലിയ വീഡിയോകളൊക്കെ എടുത്തു. 1-2 ദേവസ്വം പ്രസിഡന്റുമാർ അറസ്റ്റിലായി. അത് കഴിഞ്ഞപ്പോൾ ദേവസ്വം ബെഞ്ച് അതിന് വഴിക്ക് പോയി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് ഈ അന്വേഷണം വഴിമുട്ടിയത് എന്നെനിക്ക് തോന്നുന്നു. അതെന്തുകൊണ്ടാണെന്ന് ദേവസ്വം ബെഞ്ച് തന്നെ പറയണം. ജനങ്ങൾ പറയുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമല വ്യാപകമായി ചർച്ച ചെയ്തു. ഇടതുപക്ഷം തോക്കാൻ കാരണം ഈ ശബരിമല ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ ശബരിമല സംബന്ധിച്ച് വലിയ അന്വേഷണമൊന്നും വേണ്ട എന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് എവിടെ നിന്നൊക്കെയോ നിർദ്ദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം മരവിച്ചതല്ല മരിച്ചത് എന്ന് ജനങ്ങൾ പറയുന്നു. ഞാനല്ല കേട്ടോ, ബഹുമാനപ്പെട്ട കോടതി എന്നോട് തെറ്റിദ്ധരിക്കരുത്. ജനങ്ങൾ പറയുന്നു. അത് ശരിയാണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യുന്നു. കാരണം അതിനുശേഷം ഒരു അന്വേഷണം നടന്നിട്ടില്ല, ഒരറസ്റ്റും അതിനുശേഷം നടന്നിട്ടില്ല. അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരുപാട് ആളുകൾ പുറത്ത് നിൽപ്പുണ്ട്, അതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ എന്തോ കോടതി ആരെയോ എവിടെയോ ഒക്കെ കണ്ടിട്ട് എന്തോ ഭയപ്പാട് കോടതിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കോടതി എന്ത് ചെയ്തു? FIR ഇട്ട കേസുകളുടെ അന്വേഷണം മുഴുവൻ അവിടെ മാറ്റി വെച്ചിട്ട് ആർക്കൊക്കെയോ താല്പര്യമെന്ന് തോന്നിപ്പിക്കാവുന്ന FIRൽ ഇല്ലാത്ത പുതിയ കേസുകളുടെ അന്വേഷണവുമൊക്കെ ആയി വന്നു. ഈ പണി നിർത്തി അവരങ്ങ് പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് കോടതികളോട് ചോദിക്കാറുള്ളത്, ഇനി എവിടെ പോകും ആളുകൾ, ജനങ്ങൾ എവിടെ പോകും? ഇനി എന്തായാലും ഇലക്ഷൻ കഴിയുന്നതിന് വരെ ഒന്നും സംഭവിക്കില്ല. ചിലർക്കൊക്കെ അതിൽ വലിയ സംതൃപ്തിയുണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകൂടത്തിന് അതിൽ വലിയ സംതൃപ്തിയുണ്ട്. അവരതുകൊണ്ട് ഹൈക്കോടതിയെ വലിയ തോതിൽ മുക്തകണ്ഠം പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി കുറേ കാലം കഴിയുമ്പോഴത്തേക്കും വല്ലതൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അയ്യപ്പൻ്റെ സ്വത്ത് മോഷ്ടിച്ചുകൊണ്ട് പോയത് തിരിച്ചു വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതിനുള്ള സാധ്യതയില്ല. കാരണം ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞിറങ്ങിയ ഹൈക്കോടതി ആ പണി പൂർത്തിയാക്കി, പണി പൂട്ടി കൂടും കുടുക്കെടുത്ത് അവരവരുടെ വഴിക്ക് പോയി. അതുകൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.